എന്റെ ജീവിതത്തിൽ ആകെ 3 തവണ ഞാൻ സ്ലീപ്പ് പാരാലിസിസ് അനുഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 തവണയും ഉറക്കമുണരുമ്പോൾ ശരീരമനക്കാൻ പറ്റാത്ത അവസ്ഥ മാത്രമായിരുന്നു. എന്നാൽ 3-ാം തവണ വളരെ വ്യത്യസ്തമായിരുന്നു. അതിരാവിലെ 5-6 മണിയായിട്ടുണ്ടാകും. സൂര്യൻ ഉദിച്ചുവരുന്നതേയുള്ളൂ. മുറിയിൽ വെളിച്ചം കുറവായിരുന്നു. ഞാൻ അനങ്ങാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് തളർച്ചയും നിസ്സഹായതയും അനുഭവപ്പെട്ടു. എന്റെ കണ്ണുകൾ ചുവരിലേക്ക് തന്നെ തറഞ്ഞുപോയി. പെട്ടെന്ന് എന്റെ മുറിയിലേക്കുള്ള പടികൾ കയറി ആരോ വരുന്നത് കേട്ടു. അതെന്റെ സഹോദരനായിരുന്നു. പിന്നാലെ സഹോദരിയും അച്ഛനും അമ്മയുമുണ്ടായിരുന്നു. അവരെല്ലാവരും പൊട്ടിക്കരയുകയായിരുന്നു. എല്ലാവർക്കും സാധാരണയേക്കാൾ ഒരുപാട് ഉയരം കൂടിയതുപോലെ തോന്നി. അത് ഭയപ്പെടുത്തുന്നതായിരുന്നു. 4 പേരും എന്റെ കട്ടിലിനടുത്ത് വന്നു നിന്നു. അവർക്ക് സീലിങ്ങിനോളം ഉയരം തോന്നിയിരുന്നു. എനിക്കനങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. അവർ എന്നെ പേടിപ്പിക്കുകയായിരുന്നു. എന്നാൽ വന്നതുപോലെ തന്നെ പെട്ടെന്നവർ തിരികെ പടികളിറങ്ങിപ്പോയി. എനിക്ക് വീണ്ടും അനങ്ങാൻ സാധിച്ചു. ഞാൻ ഉടനെ താഴേക്ക് ഓടിച്ചെന്നു. എന്നാൽ താഴെ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ ഓരോരുത്തരുടെയും മുറിയിൽ പോയി നോക്കി. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. എന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു. ഭയങ്കരമായ ഒരനുഭവമായിരുന്നു അത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളോടൊപ്പം റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഒരു കാറ് വന്ന് എന്നെ ഇടിച്ചു. 3 എല്ലുകൾ പൊട്ടുകയും തുടയെല്ലിന് പരിക്കേൽക്കുകയും ചെയ്തു. ഒരാഴ്ചയോളം ഞാൻ ആശുപത്രിയിലായിരുന്നു. ഒരു നിമിഷം എന്റെ കുടുംബാംഗങ്ങളെല്ലാവരും എന്റെ കട്ടിലിനടുത്ത് നിന്ന് താഴേക്ക് നോക്കി കരയുന്നുണ്ടായിരുന്നു. എന്റെ സ്ലീപ്പ് പാരാലിസിസിൽ കണ്ട അതേ കാഴ്ചയായിരുന്നു അത്. എനിക്ക് വലിയ വിശ്വാസങ്ങളൊന്നുമില്ലെങ്കിലും ആ സ്വപ്നം ഒരു മുന്നറിയിപ്പായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ പോലും എനിക്കിപ്പോഴും വിറയൽ വരുന്നുണ്ട്.